വെൽക്കം യു ടു DMD ഫാമിലി. ഇപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അപ്പം ബോട്ടിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പം രാവിലെ തന്നെ 6 മണിയായപ്പോൾ വന്നു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു. ടിക്കറ്റ് 85 റുപ്പീസായിരുന്നു ബസ്സിൽ വരാൻ. അവിടെ നിന്ന് ബസ്സിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിന് എത്രയാണെന്ന് വെച്ചാൽ 255. കിഡ്സിന് ഹാഫ് ടിക്കറ്റ് ആയിരിക്കും അതിൻ്റെ. അപ്പോൾ അതെടുത്തിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പെരിയാർ ടൈഗർ റിസർവിൽ നമുക്ക് ബോട്ടിൽ അനിമൽസിനെ കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, നമ്മുടെ ലക്ക് അനുസരിച്ചിട്ട്. തേക്കടിയിൽ ടൈഗർ റിസർവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള എൻട്രൻസ് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബസ്സിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം അവിടുന്ന് ഒരു 3 കിലോമീറ്റർ കയറിയിട്ടാണ് ഈ ഒരു ടൈഗർ റിസർവ് വരുന്നത്. അതിനകത്തേക്ക് നമ്മുടെ കാറ് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. അത് കാരണം നമ്മൾ അവിടെ ഈ ടൈഗർ റിസർവിലേക്ക് കയറുന്നതിൻ്റെ മുമ്പുള്ള കാർ പാർക്കിങ്ങിൽ നമ്മുടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് ആ ബസ്സിലാണ് നമ്മൾ ഈ ടൈഗർ റിസർവിലേക്ക് വരേണ്ടത്. അപ്പം 3 കിലോമീറ്ററോളം കാട്ടിനകത്തോടുള്ളൊരു വഴിയാണ്. നല്ല വിജനമായിട്ടുള്ള കാടാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഈ കാട്ടിലൂടെ നമ്മൾ ഒരു 3 കിലോമീറ്ററോളം മനോഹരമായ യാത്ര ചെയ്തതിന് ശേഷമാണ് ടൈഗർ റിസർവിൽ എത്തുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്കാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബസ്, ഈ ട്രിപ്പല്ല, ഈ മറ്റേ ബോട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടൈഗർ റിസർവിലേക്ക് വരാനുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണി മുതലാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ഫസ്റ്റ് 6 മണിക്ക് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ടും ടിക്കറ്റ് കിട്ടും. ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് കഷ്ടപ്പെട്ട് ഉറക്കം കളഞ്ഞ് എണീറ്റ് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാവധാനം പതുക്കെ എണീറ്റ് ഒരു 8 മണിയോട് കൂടിയൊക്കെ തന്നെ അവിടെ നിന്ന് പോന്നാലും മതിയാവും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി കൺഫേം ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ. അങ്ങനെ ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബസ്സിൽ തന്നെ കയറി പോരണം. കാരണം ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് നമ്മൾ ഈ കാട്ടിലുള്ള യാത്രയ്ക്ക് ശേഷം അവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ലേറ്റായിട്ട് വന്നാലും കുഴപ്പമില്ല. ടിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ബസ്സിന് തന്നെ വന്ന് ഫസ്റ്റ് ബസ്സിന് തന്നെ കയറി ഇവിടെ എത്തി ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൃഗങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മോർണിംഗിലുള്ള ഫസ്റ്റ് ബോട്ടിങ്ങിന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം രാവിലെ സമയത്താണ് കൂടുതലും ഈ ആനിമൽസ് എല്ലാം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ പുഴയുടെയൊക്കെ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാവിലെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ആനിമൽസിനെ കാണാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സഞ്ചരിക്കുന്ന ബോട്ടുകളെല്ലാം ഓപ്പൺ ബോട്ടുകളാണ്. മേളിൽ ഇതിൻ്റെ ഈ ഷീറ്റാണ് റൂഫ് വരുന്നത്. നമ്മുടെ ഈ എന്താ പറയുക, അലൂമിനിയത്തിൻ്റെ ഷീറ്റോടുള്ള റൂഫിംഗാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങൾ രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു തണുപ്പും ആ ഒരു മോർണിംഗിൻ്റെ ഫ്രഷ്നെസ്സും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ലേറ്റ് ആവും തോറും ചൂട് കൂടും. പിന്നെ ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾ അധികം കാണാനുള്ള ചാൻസസ് കുറയും. രാവിലത്തെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടത്തുമില്ല. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഈ ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. നമ്മൾ വൺസ് അതിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴി എവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം കൊടും കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഇടയ്ക്ക് നിർത്താനോ പോകാനോ ഒന്നും പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കിഡ്സുമായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫിനിഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കയറാനായിട്ട്. കാരണം വൺസ് നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന 1.5 മണിക്കൂർ വരെ നമുക്ക് വേറെ ടോയ്ലറ്റ് സൗകര്യ കാര്യങ്ങളൊന്നും ബോട്ടിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മളത് മനസ്സിൽ കരുതി വെക്കണം. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ്ഡ് സീറ്റാണ്. അപ്പോൾ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അടുത്തടുത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി സീറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവർ ബുക്ക് ചെയ്യുന്ന പോലെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാൾ മുന്നിൽ ഒരാൾ ബാക്കിലൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് നമ്പർ നോക്കിയിട്ട് ബുക്ക് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങളെ കണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യാനൊന്നും അനുവാദമില്ല. സീറ്റിൽ തന്നെ നമ്മൾ ഫുൾ ഇരിക്കണം. നമ്മുടെ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്, അത് ഇട്ടിട്ട് വേണം നമ്മൾ സീറ്റിലിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങി. അതായത് നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ കാട്ടുപോത്തുകളും പിന്നെന്താ പറയുക കാട്ടുപന്നി, കരിങ്കുരങ്ങ്, അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് ബേഡ്സും ഇതിനകത്തുണ്ടായിരുന്നു. ആനയൊന്നും കാണാൻ പറ്റില്ല. ചില ദിവസങ്ങൾക്ക് ഇഷ്ടംപോലെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആനയൊന്നും കാണാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ചില ദിവസം നല്ലപോലെ കാണാൻ പറ്റും, ചില ദിവസം നമുക്കത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഭയങ്കര എൻജോയബിൾ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ് എയറാണ് അതിനകത്ത്. ഫ്രഷ് എയറാണ്. പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നമ്മൾ റിലാക്സ്ഡ് ആയി പോകും നമ്മൾ. അപ്പോൾ എല്ലാവരും പോകാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ബോട്ടിങ്, അല്ലേ?
stars up in the sky. Directions hard to find. Under the stars up in the sky. I got lost at night. Under the stars up in the sky. Directions hard to find. Under the stars up in the sky. I don't know where to take this. I don't wanna break this. We're living in the moment. We're living in the moment. Your head is on my shoulder. We're never getting older. Baby, it's you and I. You and I. Yeah, we're stars. Yeah, we're stars in the sky. Oh, you and I. Yeah, we're stars. Yeah, we're stars in the sky. You say that you're leaving me. The same thing you said last night. You can't do it peacefully. You won't go without a fight. So when I go, I know you'll follow me. I don't want slamming doors. No, no, just wait and see. You'll feel it naturally. There's no one else I see. I know you'll follow me. I don't know where to take this. I don't wanna break this. We're living in the moment. We're living in the moment. Your head is on my shoulder. We're never getting older. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ബോട്ടിങ് ഫിനിഷ് ചെയ്ത് തിരിച്ചെത്തി. തിരിച്ച് വരുമ്പോൾ തന്നെ അവിടെ ബസ്സുണ്ട്, തിരിച്ചു പോകാനായിട്ടുള്ള ബസ് അവിടെ റെഡി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി തിരിച്ച് തേക്കടി സെൻറ്ററിലേക്ക് വന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ തേക്കടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിങ് എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലെയുള്ള ട്രാവൽ വ്ളോഗ്സിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.